തൃശ്ശൂര് സുരേഷ് ഗോപി എടുത്തുണ്ടോ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് ഇതുവരെ മാറിയിട്ടില്ല. പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല സ്ഥാനാർത്ഥികൾക്കും, പ്രത്യേകിച്ച് കെ മുരളീധരന്. പുള്ളിനെ കൂടെയുള്ളവരെന്നെ തോൽപ്പിച്ചതാണ് നന്ദി ഒരു ടോക്ക് ഉണ്ടായിരുന്നെങ്കിലും അതേറെക്കുറെ സത്യാണെന്ന് തെളിയിക്കുന്ന പലതും ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. കൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് പഞ്ചക നിനക്കെന്തൊരു കൊഞ്ചലാണിപ്പോഴും. സുരേഷ് ഗോപിജെ തൃശ്ശൂർ എടുത്തുകൊണ്ടുപോയിട്ട് മാസം 7 കഴിഞ്ഞു. എല്ലാത്തിനും ശരിയാക്കി തരുന്നുണ്ട്. എല്ലാവർക്കും എതിരെ ഇപ്പൊ നടപടി എടുക്കുന്ന അന്ന് കോൺഗ്രസ് പാർട്ടി നേതൃത്വം വെച്ച് കാച്ചിട്ട് എന്തായി? ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. എല്ലാവർക്കും എതിരെ ഇപ്പൊ നടപടി എടുക്കുന്നു പറഞ്ഞു കാത്തിരുന്ന മുരളീധരേട്ടനെ പാരായി. കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു. അങ്ങനെ ആകെ മൊത്തം ശോകമുഖമായി സൈലന്റ് മോഡ് ഓൺ ആയിരുന്ന ആംബിയൻസിലേക്ക് അനിലക്കര MLA ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. തൃശ്ശൂരിലെ തോൽവി പഠിക്കാൻ വേണ്ടിയിട്ട് KPCCയുടെ അന്വേഷണ സമിതി സമർപ്പിച്ച റിപ്പോർട്ടാണ് മൂപ്പര് പോസ്റ്റ് ഇട്ടത്. കൂടെ ഒരു തലക്കെട്ടും, വ്യാജം, 100% വ്യാജം. അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കണല്ലോ. ബിക്കോസ് തൃശ്ശൂരിലെ തോൽവിയുടെ കാരണക്കാര് ഈ പറഞ്ഞ അനിലക്കര MLA TM പ്രതാപനും ജോസ് വള്ളൂരൊക്കെയാണെന്ന് അതിൽ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ളിയുടെ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. സൈലന്റ് മോഡ് മാറി വയലന്റ് മോഡായി. അങ്ങനെ വാർത്തയായി, മാധ്യമങ്ങളായി, ചർച്ചയായി, ആകെ ബഹളം. വന്ന വാർത്ത ശരിയാണെങ്കിൽ ഇവർ നേതാക്കന്മാർ തന്നെയാണല്ലോ ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഉത്തരവാദികൾ. കോൺഗ്രസിൻ്റെ തോൽവിക്ക് കാരണം ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. അന്ന് DCCയുടെ പ്രസിഡൻ്റായി വർക്ക് ചെയ്യുന്ന ജോസ് വള്ളൂർ, പിന്നെ TN പ്രതാപൻ, അന്ന് അയാൾ MP ആണ്. നമ്മുടെ MP വിൻസെൻ്റ് അന്ന് UDFൻ്റെ കൺവീനറാണ്, ജില്ലാ കൺവീനറാണ്. അനിലക്കര മഹാനായ നേതാവ്. മുരളീധരൻ്റെ പരാജയത്തിന് ഉത്തരവാദികൾ. അപ്പോഴാണ് കാര്യങ്ങളുടെ ഒരു അപകടവശം ഇവിടെ അനിലക്കരയ്ക്ക് മനസ്സിലായത്. ഇതിപ്പോൾ ഈ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട് നീളെ ചർച്ചയാവില്ലേ, കൂടെയുള്ളവർ തന്നെയാണ് മുരളീധരേട്ടനെ തോൽപ്പിച്ചതെന്ന്. ഇനിയിപ്പോൾ എന്തൊട്ട് ചെയ്യാം? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലേ, നൈസായിട്ട് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ കുറ്റം മാധ്യമ പ്രവർത്തകരുടെ തലയിൽ കയറ്റി വയ്ക്കാം. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതിനകത്ത് മാധ്യമപ്രവർത്തകരെ പറ്റി അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പഴിചാരിക്കൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ പരിഹാരം കാണാൻ അല്ലെ ഒരു തലയൂരുന്നതിന് പകരം ഇത് അവധാനതയോടുകൂടി ഒരു എന്താണ് പറയുക പക്വതയോടുകൂടി ജനങ്ങളോട്, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ പാർട്ടി എന്നുമില്ല, അവർക്ക് ഒന്നും മറച്ചു വെക്കാനുണ്ടാവാൻ സാധ്യതയില്ല. കോൺഗ്രസ്സുകാർ എന്നെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു, കോൺഗ്രസ്സുകാർ എന്നെ അത് ഫേസ്ബുക്കിലിട്ട് ചർച്ചയാക്കുന്നു, അവസാനം കോൺഗ്രസ്സുകാർ എന്നെ അത് ഡിലീറ്റ് ആക്കുന്നു. അതെ അനിലേട്ടാ, ഒരു പ്രശ്നം ഉണ്ട് കേട്ടാ. അനിലേട്ടൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതേ ഞായറാഴ്ച രാത്രിയാ, മാധ്യമങ്ങളിൽ വാർത്ത വന്നത് തിങ്കളാഴ്ചയും. ഇനിയിപ്പോൾ എന്തൊട്ട് ചെയ്യാ? എപ്പോഴും അവരെ മേലെ കുറ്റം ചാർത്തുന്ന പോലെ ഇവിടെ പറ്റില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലിയ? ഈ റിപ്പോർട്ട് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊരു മെസ്സേജ് അയക്കുന്നു. ഞാൻ ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് എന്റെ നേതാക്കന്മാർ പറഞ്ഞൊരു അനുസരിച്ച് അതിലൊരു പേജ് പൂർണ്ണമായും വ്യാജമാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതിനകത്ത് 23-ാമത്തെ നമ്പർ പേജാണെന്ന് തോന്നുന്നു, പേജ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ പേജ് വ്യാജമാണ് എന്ന് കൃത്യമായി എനിക്ക് മനസ്സിലാവുകയും അത് ആരോ DTP എടുത്ത് പുതുതായി എനിക്കെതിരെ പടച്ചുണ്ടാക്കിയ സാധനമാണ്. വ്യാജം, 100% വ്യാജം, റിപ്പോർട്ട് മൊത്തത്തിൽ വ്യാജം എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഇപ്പൊ പറയാ ഒരു പേജ് മാത്രമാണ് വ്യാജം എന്ന്. നിങ്ങളൊക്കെ കൂടിയാണ് ഞങ്ങളുടെ മുരളീധരേട്ടനെ തോൽപ്പിച്ചത്. ആ ഭാഗമായിരിക്കില്ല അനിലേട്ടാ വ്യാജം. ഞാനിതൊന്നല്ല ആലോചിക്കണത്, ഇതൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കണ മുരളീധരേട്ടന്റെ അവസ്ഥയാണ്. അന്ന് എന്തൊക്കെയായിരുന്നു? പ്രചാരണ സമയത്ത് തൃശ്ശൂരിലെ കോൺഗ്രസിലെ മുതലാളിമാരെ ഇടം വലം നിൽക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മം വെക്കുന്നു, വേർപ്പ് തുടച്ചു കൊടുക്കുന്നു. എന്റെ പൊന്നെ ഓർമ്മിപ്പിക്കല്ലേ. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. വസ്തുതകൾ പഠിക്കാതെ മത്സരിക്കാൻ ചെന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. പറഞ്ഞതിലുണ്ടെല്ലാം അവിടുത്തെ തമ്മി തല്ലും പിന്നീന്ന് കുത്തലും മനസ്സിലാക്കാണ്ട് ഞാൻ തൃശ്ശൂര് പോയി മത്സരിച്ചതാണ് ചെയ്ത തെറ്റെന്ന്. പാവല്ലേ മുരളീധരേട്ടൻ. 2ാം സ്ഥാനം ഉണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു, എന്തെങ്കിലും പറഞ്ഞു പിടിച്ചേക്കായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ഈ കൂടുള്ളവരെല്ലാരും കൂടെ ഞങ്ങളുടെ നേതാവിന് 3ാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടില്ലേ? റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ചാനലിൽ കാണുന്ന റിപ്പോർട്ടല്ല, ഞാൻ വായിച്ച റിപ്പോർട്ടല്ല ആ ചാനലിൽ കാണുന്നത്. അത് വേറെ റിപ്പോർട്ട്, വേറെ ആരെങ്കിലും തന്ന റിപ്പോർട്ടായിരിക്കും. ഞങ്ങളുടെ റിപ്പോർട്ട് പുറത്തു പോയിട്ടില്ല, ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൈ ഒഴിഞ്ഞാൽ മതിയല്ലോ. നാണം കെട്ടത് ഒറ്റപ്പെട്ടതും ഞങ്ങളുടെ മുരളീധരേട്ടനല്ലേ. മാത്രമല്ല ഇതുവരെയായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു റിപ്പോർട്ട് നടപടി പാർട്ടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അന്വേഷണത്തിന് ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഞാൻ അന്നും ഇന്നും.
ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇതുവരെ പറഞ്ഞ പരാതികളിലൊന്നിലും പാർട്ടി നടപടി എടുത്തിട്ടില്ല. പിന്നല്ലേ പുതിയ റിപ്പോർട്ടിലൊന്ന് പോയേ. സാറില്ലേ മുരളീധരേട്ടാ, നടപടി എടുത്തില്ലെങ്കിൽ എന്താ, എപ്പോഴെപ്പോഴും അന്വേഷണ കമ്മീഷൻ വെക്കില്ലേ? ഇനിയിപ്പോ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിലും അത് പാർട്ടിക്കുള്ളിൽ നിന്ന് ചോർന്നതിലും ഒക്കെ ഒരു അന്വേഷണ കമ്മീഷൻ വെക്കട്ടെ. അതല്ലേ ഹീറോയിസം. അടുത്തതായിട്ട് ഗോവിന്ദ മാഷിന്റെ പാർട്ടി ക്ലാസ് ആണ്. മാഷിന് ടഫ് സ്റ്റെപ്പേ പറ്റുള്ളൂ, അതുകൊണ്ട് ടഫ് വിഷയമാണ്. എന്തുട്ടാ വിഷയം? AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ AI ഇങ്ങനെ മൂത്ത് വന്നാൽ പിന്നെ ഈ മാർസത്തിന് എന്താണ് പ്രസക്തി എന്നുള്ള ചോദ്യം. അവിടെയും മാർസത്തിനാണ് പ്രസക്തി. എന്തുകൊണ്ടാണ് മാർക്സ് എംഗൽസും പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറഞ്ഞാൽ മാർക്സിസ്റ്റുകാർ പറയുന്ന മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താ? സമ്പന്നർ കൂടുതൽ സമ്പന്നരാകും, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകും. ഇപ്പോഴാണ് ഏതാണ്ട് പറയുന്നത് ഒരു 60% ആളുകളുടെ ജോലി ആരെയും AI ചെയ്യും. അല്ല മാഷേ, 60% ആളുകളുടെ തൊഴില് ഈ AI എടുക്കണ്ടെങ്കിൽ നമ്മൾ അതിനെ എതിർക്കണ്ടേ? നമ്മൾ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗല്ലേ? അപ്പൊ പിന്നെ AI വിരുദ്ധ യോഗല്ലേ നമ്മുടെ യോഗത്തിന്റെ അജണ്ട? ഒരു 2-3 പാറ കഷ്ണുണ്ട്. അതിന്റെ മേലെ രണ്ട് മക്കളുണ്ടായിരുന്നു. അയാൾ 2 മക്കളും അയാളും അയാളുടെ ഭാര്യയും കൂടി ഇരുന്നു. എന്നിട്ടൊരു ഫോട്ടോ എടുത്തു. നെക്സ്റ്റ് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണം. ഇപ്പം കമന്റ് ചെയ്തെന്ന് അറിയോ? അതിശൈത്യമുള്ള ഹിമാലയ സാനുക്കളിൽ ഈ 4 ആളും ഇരിക്കുന്ന ഒരു ഫോട്ടോ വേണം, വരക്കണം. നേരത്തെ ഇരുത്തല്ല തന്നെ. പക്ഷേ അതിന്റെ പിറകിലെന്താ? മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയ സാനുക്കൾ അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ഡിസൈനറും വേണ്ട. നമ്മുടെ നാട്ടിലെ ഡിസൈൻ ഉണ്ടാക്കുന്നതിന്റെ പണി പോയില്ലേ? ഡിസൈനറുടെ പണി പോയ കാര്യം പറയുമ്പോ മാഷിന് എന്താ എത്ര സന്തോഷം? പാർട്ടി ചിന്തകളും പാർട്ടി തത്വവും പാർട്ടി സിദ്ധാന്തമൊക്കെ മാറിയാ? മോഹൻലാലിനെക്കാളൊക്കെ നന്നായിട്ട്, മമ്മൂട്ടിയെക്കാളെല്ലാം നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ആളുകൾ വരും. നമുക്ക് തന്നെ ഉണ്ടാക്കാം. പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സംസാരിച്ച ആൾക്കാരാണ് ഇപ്പൊ AIക്ക് വേണ്ടി വാദിക്കണത്. മനുഷ്യന്മാർക്കൊക്കെ എന്തൊരു മാറ്റാണല്ലേ? അല്ലല്ല, സഖാക്കൾക്കൊക്കെ എന്തൊരു മാറ്റാണല്ലേ? അപ്പോ AI മൂത്താൽ ഉണ്ടാവാൻ സാധ്യതകളെന്നാ സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ്. ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക്. AI മൂത്താൽ സോഷ്യലിസത്തിലേക്കുള്ള വഴി. കൊള്ളാലോ കളി. എല്ലാവർക്കും അല്പസ്വല്പം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മോഡേൺ പാർട്ടിയാണെന്ന് അറിഞ്ഞൂടെ? അതുകൊണ്ട് കമ്പ്യൂട്ടറൊക്കെ തല്ലിപ്പൊളിച്ചിരുന്ന അന്തകാലം നമ്മുടെ കോമ്രേഡ്സ് അങ്ങോട്ട് മറന്നു. ഇനി അങ്ങോട്ട് AI കാലം. ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഗോവിന്ദ മാഷ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും അപകടം. AI എവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സഖാക്കളുടെ ഇടയിലാണ്. AIക്ക് വേണ്ടി ഗോവിന്ദ മാഷ് ഘോരം പ്രസംഗിച്ചത് കേട്ടല്ലോ അല്ലേ? ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് നിങ്ങൾ തോണ്ടിയാലും പൈസ കിട്ടാൻ പോകുന്ന സൂക്കർബർഗിനാണ്. പിന്നെ രണ്ടാമത്തെ ജന്മി ആരാ? ഇലോൺ മസ്ക് ആണ്, ട്വിറ്റർ. മൂന്നാമത്തെ ജന്മിയാണ് ഗൂഗിളിന്റെ ഓണർ. ഗൂഗിളിന്റെ സുന്ദർ പിച്ചെ പാരീസ് എന്നൊക്കെ പറഞ്ഞ ആളാ. അവർക്ക് കിട്ടും പൈസ. ഓ നോ, ഫേസ്ബുക്ക് മൊയിലാളിയും ട്വിറ്റർ മൊയിലാളിയും ഗൂഗിൾ മൊയിലാളിയും ഒക്കെ ജന്മിമാരാണ്. അപ്പൊ പിന്നെ AIയും ജന്മി കാറ്റഗറിയിൽ പെട്ട തന്നെ. ഗോവിന്ദ മാഷേ, സമയം വല്ലാതെ അതിക്രമിച്ചിരിക്കുന്നു. ഇറ്റ്സ് ടൈം ടു തലകുത്തി മറിയൽ. വേഗം AIയെ കുറിച്ച് പറഞ്ഞത് തിരുത്തി പറഞ്ഞു. മാർക്സ് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായി ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടി മാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഒന്നും കൂടി കേൾക്കുക. ആർക്കൊന്നും മനസ്സിലായില്ലല്ലോ? മനസ്സിലാക്കണ്ട. മാഷി AIക്ക് എതിരാണ്, അത്രേ ഉള്ളൂ. അതൊക്കെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതായത് ദൈനംദിന വിഷയങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഗോവിന്ദ മാഷ് ഇങ്ങനെ നിലപാട് മാറ്റി പറയും. ദാറ്റ്സ് ഓൾ. ഈ നിലപാട് ചിങ്കത്തിന്റെ ഒരു കാര്യം. അപ്പം സിദ്ധാന്തത്തിനും AI സിദ്ധാന്തത്തിനും ശേഷം ഇനിയിപ്പോൾ ഏത് സിദ്ധാന്തമാണാവോ പുള്ളി ഇറക്കാൻ പോണത്? ഏത് സിദ്ധാന്തമാണാവോ പിന്നീട് മാറ്റി പറയാൻ പോണത്? ആർക്കറിയാം.